നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചേ. എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ്. അപ്പൊ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? നമ്മളൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ എന്ത് ചെയ്യാണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് റെസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എടാ നോക്കിക്കേ, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പോസിറ്റീവ് ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. മൂവ് ചെയ്യത്തില്ലേ? മൂവ് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ സംഭവം റെസ്റ്റിലിരിക്കുന്ന സമയത്ത്, ഒരു ചാർജ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് എന്തുണ്ട്? അതിന് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണോ ഇത് മൂവ് ചെയ്ത് തുടങ്ങുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്തായിട്ട് കൺവേർട്ട് ആവും നമുക്ക് പറയാം? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും നമുക്ക് പറഞ്ഞുകൂടെ? ഇത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. അങ്ങനെ കൈനറ്റിക് എനർജി ആയിട്ട് അത് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഉറപ്പായിട്ടും അവിടെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പൊ അൾട്ടിമേറ്റ്ലി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കുറയാനായിട്ടുള്ള കാരണം എന്താ? ഈ ചാർജ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തൂടെ അതിന്റെ അതേ ഡയറക്ഷൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരേണ്ടുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കുറയും. കാരണം എന്താ? ചാർജ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ. ഡിക്രീസസ് ബിക്കോസ് ദ ചാർജ് മൂവ്സ് അലോങ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. ദ ഫിഗർ ബിലോ ഷോസ് സം ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്പേസ്. തന്നേക്കുന്നത് എന്താ? ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആണ് കാണിച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. എ ചാർജ്ഡ് ഒബ്ജക്ട് ഈസ് മൂവ്ഡ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. എന്താ? എ എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അതിന്റെ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ഫിഗറിന്റെ അകത്ത് എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇരിക്കുന്നത് 20 വോൾട്ടിലും ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇരിക്കുന്നത് എവിടെയുമാണ്? 40 വോൾട്ടിലും അല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് പറയാം. എന്താ ഞാൻ പറയാൻ പോകുന്നത്? ഫിഗർ 1ന്റെ അവിടുത്തെ വർക്ക് ഡണ്ണാ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം Q ഡെൽറ്റ വി ആണല്ലേ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സോ ക്യൂവിനെ ഞാൻ Q ആയിട്ട് തന്നെ എടുക്കുന്നു. ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ നോക്കിയാൽ 40ലാണ് ഫൈനലി എത്തിയത്. ആദ്യമേ അത് പോയത് 20ന്റെ അകത്ത് നിന്നാണ്. അപ്പൊ നമുക്ക് എന്ത് വരും? Q × 40 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 20Q എന്നല്ലേ ഇവിടെ വർക്ക് ഡൺ കിട്ടുന്നത്? ആണ്. ഇനി അടുത്ത ഫിഗറിന്റെ അകത്ത് പറഞ്ഞേ, ഫിഗർ 2വിനകത്ത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? എഗെയിൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? Q × ഡെൽറ്റ വി ആന്ന് നമുക്ക് പറയാൻ പറ്റും. ക്യൂവിനെ ഞാൻ Q ആയിട്ട് എടുക്കുന്നു. ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ഇവിടെ 40 ആണ്, ഇവിടെ 20 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് 40നകത്തും എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത്? 20നകത്തുമാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 40 - 20 ദാറ്റ് ഈസ് എത്രയാ? 20Q എന്ന് തന്നെ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അടുത്ത നോക്കിയാൽ മൂന്നാമത്തെ ഫിഗറിന്റെ അകത്ത് ഫിഗർ 3നെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഈ ചാർജ് ലാസ്റ്റ് വന്നിരിക്കുന്നത് 40 വോൾട്ടിലും തുടങ്ങുന്നത് 20 വോൾട്ടിന്റെ അകത്തുനിന്നുമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നതും 20Q ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ലേ? പറ്റും. സോ പറഞ്ഞേ, അവിടുത്തെ വർക്ക് ഡൺ എങ്ങനെയാ? 3 പേരെടുത്ത് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലേ? ആണ്. സോ നമുക്ക് എന്താ ആൻസർ പറയാൻ പറ്റുന്നത്? ദ വർക്ക് ഡൺ ഈസ് സെയിം ഇൻ ഫിഗർ 1, ഫിഗർ 2 ആൻഡ് ഫിഗർ 3 എന്നുള്ളതല്ലേ നമുക്ക് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The electrostatic potential on the surface of a charged conducting sphere is 100 watt. The two statements are made in this regard. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? 100 വോൾട്ട് ആണ് നമ്മളൊരു എന്താ ഒരു കണ്ടക്ടിങ് സ്പിയറിന്റെ സർഫസിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 100 വോൾട്ട് ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് താഴെ തന്നേക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ എഴുതാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, at any point inside the sphere ഇലക്ട്രിക് ഇന്റൻസിറ്റി 0. അത് കറക്റ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? എന്താ നമുക്ക് തന്നേക്കുന്നത്? കണ്ടക്ടിങ് സ്പിയർ ആണ് അല്ലേ? കണ്ടക്ടീവ് സ്പിയർ ആണല്ലേ പറഞ്ഞേക്കുന്നത്? ചാർജ്ഡ് കണ്ടക്ടീവ് സ്പിയർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ചാർജ് അതിന്റെ സർഫസിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഉള്ളിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവിടെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റത്തില്ല. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി 0 ആയിരിക്കും എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, at any point inside the sphere the electrostatic potential is 100 volt. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഈ സ്പിയറിന് അകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 100 വോൾട്ട് തന്നെയായിരിക്കും. നമ്മൾ ഗ്രാഫ് പഠിച്ച ഓർമ്മയില്ലേ? എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പഠിച്ചത്? ഇത് R = R ഉം ഇത് V യും ആണെങ്കിൽ അതിന്റെ സർഫസ് വരെ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനുശേഷം ഡിക്രീസ് ചെയ്ത് വരും എന്ന് പറഞ്ഞല്ലേടാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് എന്നുള്ള ആൻസർ വേണം എടുക്കാൻ. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 is true ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 is false അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are false അതല്ല. സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is also true ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 is the cause of സ്റ്റേറ്റ്മെന്റ് 2. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അടുത്ത നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is also true but the statements are independent. അത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? മറ്റേതിന്റെ റീസൺ ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ.
ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ, ദ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷന്റെ അകത്ത് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് അല്ലാതെ വരുന്നത്? അവിടെ ഏത് സ്പേസ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്ന് പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ഇൻ ഓൾ സ്പേസസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? മുമ്പോട്ടേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, the potential of the electric field produced by a point charge at any point xyz is given by v is equal to 3x square plus 5. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ അടുത്ത് തന്നേക്കുന്നത് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് തന്നേക്കുന്നത് എന്താ? v is equal to 3x square plus 5 എന്നാണ് നമുക്ക് ആ ഇക്വേഷൻ തന്നേക്കുന്നത്. where x, y and z are in meters and v in volt. അപ്പൊ x, y, z ഒക്കെ മീറ്റേഴ്സിലാണ്, v വോൾട്ടിലും ആണ് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? നോക്കിയേ, the intensity of electric field at -2, 1, 0. അപ്പൊ എന്താ? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു -dv/dr അല്ലേ? ആണ്, -dv/dr ആണ്. ഇവിടെ എക്സിന് മാത്രമേ വാല്യൂ ഉണ്ടാവത്തുള്ളൂ. കാര്യം എക്സ് മാത്രമല്ലേ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ y യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? അവിടെ വാല്യൂ ഉണ്ടാവത്തില്ല. സോ ഞാൻ എന്ത് എഴുതുന്നു? -dv/dx ആണ് ഇതിന്റെ ആൻസർ എന്ന് എഴുതുന്നു. സോ നോക്കിയേ, മൈനസ് ഓഫ് dv/dx എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പറഞ്ഞേ, 3x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്നത്? 6x ആണ് കിട്ടുന്നത്. പ്ലസ് 5 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? -6x എന്ന് വരും. ഓർ -6 into x ന്റെ വാല്യൂ എത്രയാണ്? -2 അല്ലേ? സോ -6 into -2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു +12 വോൾട്ട് പെർ മീറ്റർ എന്നല്ലേ നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്? ആണ്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ, +12 വോൾട്ട് പെർ മീറ്റർ. ഓപ്ഷൻ 2 നമുക്ക് ആൻസർ അടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേടാ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്? 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ പച്ച നിർത്തി കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിനെ കയറി കറക്റ്റ് ആൻസർ ആണ് തെറ്റിദ്ധരിക്കരുത്. നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 2 concentric spheres kept in air have radii r and small r. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? 2 കോൺസെൻട്രിക് സ്പിയേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ എയറിൽ വെച്ചിരിക്കുകയാണ്. ഒന്നിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും അടുത്തതിന്റെ റേഡിയസ് എന്തുവാന്ന് പറയുന്നുണ്ട്? സ്മാൾ ആറും ആന്ന് പറയുന്നുണ്ട്. സോ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചത്. ഇതൊരു സ്പിയർ, അതിനകത്ത് വേറൊരു സ്പിയർ, അതായത് ഇയാളുടെ റേഡിയസ് ആറും ഇയാളുടെ റേഡിയസ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ ആറും ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദേ ഹാവ് സിമിലർ ചാർജ് ആൻഡ് ഈക്വൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. എന്താ? അവർക്ക് സിമിലർ ചാർജസ് ആണുള്ളത്. അത് ഇവിടെ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ക്യൂ ചാർജ് തന്നെയാണുള്ളത്. അതേപോലെ അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നുണ്ട്? ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്താ ചോദിച്ചേക്കുന്നത്? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ദ കോമൺ സെന്റർ ഈസ്. അപ്പൊ ഈ കോമൺ സെന്ററിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതാ ഇതിനെ Q1 എന്നും ഇതിനെ Q2 എന്ന് വിളിക്കാം. Q1 ഉം Q2 ഉം ഈക്വൽ എന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, V1 ന്റെ വാല്യൂ എന്താ വരുന്നത്? ഇവിടെ ഇതിന്റെ സർഫസിൽ അനുഭവപ്പെടുന്നതല്ലേ V1 എന്ന് പറയുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? V1 എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞൂടേടാ. പറയാൻ പറ്റുമല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? V2 വേണം. V2 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ വരുന്നത്? 1/4πε0 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R അല്ലേ വരുന്നത്? ആണ്. ഇനി ആൻസറിന്റെ അകത്ത് ക്യൂവിന്റെ ടേംസ് ഒന്നുമില്ല, എല്ലാ സിഗ്മയുടെ ടേംസിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മാറ്റണം. നോക്കിയേ, എങ്ങനെ മാറ്റും? നോക്ക് 1/4πε0 ഇൻറ്റു Q ആണ് നമുക്ക് വേണ്ടുന്നത്. സിഗ്മ എന്ന് പറയുന്നത് എന്താ? സിഗ്മ എന്ന് പറയുന്നത് Q/A ആണ്. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്നത് എന്താ? സിഗ്മ ഇൻറ്റു ഏരിയ ആണ്. സോ സിഗ്മ ഇൻറ്റു 4πr² എന്നല്ലേ വരുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? Q1 എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഇൻറ്റു 4πr² ആണെന്ന് പറഞ്ഞൂടെ? R1ന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തുവാ? അല്ല, Q1ന്റെ അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാ? 6 തന്നെയല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഇൻറ്റു 4π ഇൻറ്റു r² ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? 6 എന്ന് കൊടുക്കാം. ഇവിടുന്ന് ഒരു ആറും ഇവിടുന്ന് ഒരു ആറും ക്യാൻസൽ ആയി പോകും. 4πയും 4πയും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് അവിടെ എന്താ റിസൾട്ട് കിട്ടുന്നത്? നമുക്ക് കിട്ടും സിഗ്മ പൈ ഡിവൈഡഡ് ബൈ ε0 എന്നല്ലേടാ കിട്ടുന്നത് അല്ലേ? സിഗ്മ പൈ ഡിവൈഡ് ബൈ ε0 എന്നല്ല, സിഗ്മ r ഡിവൈഡ് ബൈ ε0 എന്നല്ലേ കിട്ടുന്നത്? 4π ക്യാൻസൽ ആയി പോയില്ലായിരുന്നോ? ആയിപ്പോയി. സിഗ്മ r ഡിവൈഡ് ബൈ ε0 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? V1ന്റെ വാല്യൂ കിട്ടുന്നത്. അടുത്ത ഇതേപോലെ നമ്മൾ V2നെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R ഡിവൈഡ് ബൈ ε0 എന്നല്ലേ കിട്ടുന്നത്? അല്ലേടാ? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R ഡിവൈഡ് ബൈ ε0 എന്നല്ലേ കിട്ടുന്നത്? ആണ്. ഇനി നമുക്ക് അവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. V നെറ്റ് എന്ന് പറയുന്നത് എന്താ? V1 പ്ലസ് V2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സ്മോൾ r ഡിവൈഡ് ബൈ ε0 പ്ലസ് സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R ഡിവൈഡ് ബൈ ε0 എന്ന് വരും. വരത്തില്ലേ? ഇതിൽ നമുക്ക് സിഗ്മ ബൈ ε0നെ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? R പ്ലസ് R എന്ന് കിട്ടും. ഇങ്ങനല്ലേ കിട്ടുന്നത്?
ആണ്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ സിഗ്മ ഇൻറ്റു ആർ പ്ലസ് ആർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഓപ്ഷൻ എക്കകത്ത് നമുക്ക് അവിടെ കാണിച്ചു തന്ന് ക്ലൂ തന്നിട്ടിരുന്നത് തന്നെയായിരുന്നു നമുക്ക് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ദി ഫോളോയിങ് സർക്യൂട്ട്. തന്നേക്കുന്ന സർക്യൂട്ടിന്റെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഏതാണോ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഇവിടെ 3 മൈക്രോഫാരഡും 3 മൈക്രോഫാരഡും തമ്മിൽ എങ്ങനെയാ പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ നെറ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എത്ര മൈക്രോഫാരഡ് ആയിരിക്കും? 6 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 മൈക്രോഫാരഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ബിഗ് 1 ഡിവൈഡ് ബൈ n+1 എന്ന് എടുക്കാം. ബിഗ് 1 എന്ന് പറയുന്നത് എത്ര? 6 ആണ്. n എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 × 2 ആണ് 6 എന്ന് പറയുന്നത്. അപ്പൊ 2 ആണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പൊ n+1 എന്ന് പറയുമ്പോഴത്തേന് 2 + 3 എന്ന് വരും. സോറി 2 + 1 എന്ന് വരും. അത് എത്രയാ? 3 അല്ലേ വരുന്നത്? ആണ്. അപ്പൊ 6/3 നമുക്ക് എത്ര കിട്ടുന്നത്? 2 മൈക്രോഫാരഡ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇനി ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? C1 C2 ഡിവൈഡ് ബൈ C1 + C2 വെച്ച് ചെയ്താലും മതി. C1 C2 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നത്? 6 × 3 ഡിവൈഡ് ബൈ 6 + 3 എന്ന് കിട്ടും. 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. 6 + 3 എന്ന് പറയുമ്പോൾ 9 ആണ്. 18/9 എത്ര കിട്ടുന്നത്? 2 മൈക്രോഫാരഡ് തന്നെയല്ലേ ഗെയിൻ കിട്ടുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി തന്നെയാണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്താ നമ്മളെ ഫിഗറിൽ കാണിച്ചേക്കുന്ന കണക്ക് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദ ഡൈപോൾ ഈസ്. ഈ ഡൈപോൾ കാരണം പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്. സോ പെട്ടെന്ന് പറഞ്ഞേ, എങ്ങനെയാ വരുന്നത് പോയിന്റ് പിയിൽ ഉണ്ടാവുന്നത്? വി വിൽ ബി ഈക്വൽ ടു നമുക്ക് പറയാം ആര് വി പ്ലസ് ക്യൂവിന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന എഴുതാം. സോ അത് എത്രയാണ് വരുന്നത്? കെ ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാടാ വരുന്നത്? 2 സെന്റിമീറ്റർ അല്ലേ വരുന്നത്? ആണ്. സോ കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ അല്ലേ വരുന്നത്? ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 2 × 10⁻²- എന്ന് എടുക്കാം. അടുത്ത അതേ മൈനസ് എന്ത് വരും? അതേ മൈനസ് അല്ല, അതേ പ്ലസ് മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്നത് വരും. മൈനസ് ക്യൂ ആണ് നമുക്ക് അവിടെ മൈനസ് എന്ന് വരും. സോ കെ × ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ഇത് മൊത്തത്തിൽ 5 ആണ്. അല്ല, ഇത് മൊത്തത്തിൽ എത്ര? 6 ആണ്. 6ഉം ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത് എത്ര? 2 ആണ്. അപ്പൊ എത്ര വരും? 8 സെന്റിമീറ്റർ അല്ലേ വരുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? 8 × 10⁻² എന്ന് പറയാം. കോമൺ എടുക്കാനുള്ളതിനെല്ലാം കോമൺ എടുക്കാം. കെ × ക്യൂ ഡിവൈഡഡ് ബൈ 10⁻² കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത് അവിടെ? 1/2 മൈനസ് 1/8 അല്ലേ ഉള്ളത്? ആണ്. ഞാൻ ഇവിടെ ഒരു 4 കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ 4 കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എത്രയായി? 4/8 മൈനസ് 1/8 എന്നായി. 4 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ എനിക്ക് എന്ത് പറയാം? കെ ക്യൂ ഡിവൈഡ് ബൈ 10⁻² ഇൻറ്റു 3/8 എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം, 3/8 കെ ക്യൂ ഇൻറ്റു 10⁻² വോൾട്ട് എന്ന് എഴുതിക്കൂടെ? നമ്മുടെ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? 10⁻² വോൾട്ടിന്റെ അകത്ത് നമുക്ക് അവിടെ ആൻസർ എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓൾറെഡി 10⁻² തന്നിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടുന്ന ആൻസർ ഏതാ? 3/8 അല്ലേ നമുക്ക് വേണ്ടുന്നത്? ആണ്. 3/8 കെ ക്യൂ അല്ലെങ്കിൽ 3/8 ക്യൂ കെ. ആൻസർ ഏതാ കിടക്കുന്നത്? ഓപ്ഷൻ ബിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാ 2022 നീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയടാ. 2 ഹോളോ കണ്ടക്ടിംഗ് സ്പിയേഴ്സ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2. എന്താ പറയുന്നത്? 2 ഹോളോ കണ്ടക്ടിംഗ് സ്പിയേഴ്സ് ഉണ്ട്. അവരുടെ റേഡിയസ് എന്ന് പറയുന്നത് R1 ഉം R2 ആണെന്ന് പറയുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. പിന്നെന്താ പറയുന്നത്? R1 എന്ന് പറയുന്നത് R2വിനെക്കാട്ടിലും വലുതാണെന്ന് പറഞ്ഞേക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ചാർജസ് ആണ് ഉള്ളതെന്ന് പറയുന്നത്. ഈക്വൽ ചാർജസ് ആണ് അവർക്ക് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണേ? ഇനി എന്താ പറയുന്നത്? ദ പൊട്ടൻഷ്യൽ വുഡ് ബി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്ന് പറയാം കെ ക്യൂ ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് V എന്ന് പറയുന്നത് എന്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്? ആറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ R1 R2വിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? V2 എന്ന് പറയുന്നത് V1നെക്കാട്ടിയും കൂടുതലാന്ന് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? V2 എന്ന് പറയുന്നത് ഈ R2 ചെറിയ സ്പിയർ അല്ലേ? അപ്പൊ ചെറിയ സ്പിയറിനാണ് എന്തുള്ളത്? കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഏതാ ആൻസർ വരുന്നത്? മോർ ഓൺ സ്മാളർ സ്പിയർ എന്ന് പറയുന്ന ഓപ്ഷൻ എ അല്ലേടാ നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാ? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചത്? എത്ര? 90 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 900 picofarad is charged fully by 100 volt battery B as shown in the figure A. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എടാ അങ്ങനല്ല, ഈ ബാറ്ററി ഒരു ഫിഗർ ആണ് നമുക്ക് ബിയിൽ തന്നേക്കുന്നത്. ആദ്യത്തെ ഫിഗർ ആണ് ആദ്യമേ തന്നേക്കുന്നത്. എന്താ അവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 900 picofarad ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇല്ലേ? ആണ്.
അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഫുള്ളി ചാർജ് ചെയ്തു. ഫുള്ളി ചാർജ് ചെയ്തേക്കുന്ന ഫിഗർ ആണ് നമ്മൾ ഈ ആദ്യമേ കാണിച്ചേക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? Then it is disconnected from the battery and connected to another uncharged capacitor of capacitance 900 picofarad as shown in the figure B. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്. ബി എന്ന് പറയുന്ന ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫിഗർ ആണ് നമുക്ക് എയിൽ കാണിച്ചേക്കുന്നത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ബാറ്ററിനെ എടുത്ത് കളഞ്ഞു. ബാറ്ററിനെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറെ ഒരു 900 picofarad തന്നെ കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിനെ, അൺചാർജ് ആയിട്ടുള്ള കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്? അവിടേക്ക് കൊണ്ടുവച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ ചോദിച്ചേക്കുന്നത്? The electrostatic energy stored by the system B is. അപ്പൊ എന്താ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് നമ്മുടെ ചോദിച്ചേക്കുന്നത്. എടാ പറഞ്ഞേ, ഇവിടെ നമുക്ക് ഇനിഷ്യൽ എനർജി എഴുതിക്കൂടെ? ഇനിഷ്യൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു സി ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അപ്പൊ എത്ര വരും? ഹാഫ് ഇൻറ്റു സി എന്ന് പറയുന്നത് 900 ആണ്, ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? വി സ്ക്വയർ എന്ന് പറയുന്നത് 100ന്റെ സ്ക്വയർ ആണ്. സോ 100 ഇൻറ്റു 100 എന്ന് വരും. ഇവിടുന്ന് ഒരു 100ഉം ഒരു 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ 50 എന്ന് വരും. ഈ കപ്പാസിറ്റൻസിനെ തൽക്കാലം ഞാൻ സി എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പൊ സി ഇൻറ്റു എനിക്ക് എന്താ വരുന്നത്? സി ഇൻറ്റു 5000 എന്നല്ലേ വരുന്നത്? ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് 5000 സി ആണ് എനിക്ക് അവിടെ എന്ത് കിട്ടിയത്? ഇനിഷ്യലി അവിടെ ഉണ്ടായിരുന്ന സ്റ്റോർഡ് എനർജി എന്ന് പറഞ്ഞ് കിട്ടിയെന്ന് പറയാം. ഓക്കെ ആണ്. ഇനി നമുക്ക് അവിടെ ചേഞ്ച് ഇൻ എനർജി ഇക്വേഷൻ അറിഞ്ഞൂടെ? എന്താ ഡെൽറ്റ യു എന്ന് പറയുന്നത്? ഡെൽറ്റ യു ഒരാൾ അൺചാർജ്ഡ് ആയിട്ടുള്ളതിനകത്തേക്കാണ് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ അറിയാമായിരിക്കുമല്ലോ, അറിയാന്ന് വിശ്വസിക്കുന്നു. സോ നോക്കി അതിലേക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഹാഫ് ഇൻറ്റു C1 C2 എന്ന് പറയുന്നത് എന്താ? C1 C2 ഈക്വൽ ആണ്, ഞാൻ C സ്ക്വയർ എന്ന് കൊടുക്കുന്നു. C1 പ്ലസ് C2 എന്ന് പറയുന്നത് രണ്ടും 900 picofarad ആണ് നമ്മുടെ അടുത്ത് പറയുന്നില്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 2C എന്ന് കൊടുക്കുന്നു. ഇവിടുന്ന് ഒരു സിയും ഒരു സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ഇൻറ്റു V1 മൈനസ് V2. ഇവിടെ ആകുമ്പോഴത്തേന് എന്തില്ല? ഇവിടെ ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ ബാറ്ററി ഇല്ല എന്ന് പറയുന്നുള്ളൂ. അപ്പൊ 100ന്റെ സ്ക്വയർ തന്നെയല്ലേ വരുന്നത്? 100 ഇൻറ്റു 100 എന്ന് വരും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞേ? ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ 50 എന്ന് കിട്ടും. ഇതുകൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് അഗൈൻ ഇവിടെ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? 2500 സി എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡെൽറ്റ യു കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ യുവിനെ നോർമലി കണ്ടുപിടിക്കുക? ഡെൽറ്റ യു എന്ന് പറയുന്നത് യു ഇനിഷ്യൽ മൈനസ് യു ഫൈനൽ എന്ന് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് യു ഫൈനലിനെ കണ്ടുപിടിക്കാം. സോ യു ഫൈനൽ ഈസ് ഈക്വൽ ടു യു ഇനിഷ്യൽ മൈനസ് ഡെൽറ്റ യു എന്ന് വരും. യു ഇനിഷ്യൽ എന്ന് പറയുന്നത് എത്രയാ? 5000 സി ആണ്. മൈനസ് ഡെൽറ്റ യു എന്ന് പറയുമ്പോഴത്തേക്കിനും 2500 സി ആണ് വരുന്നത്. നമുക്ക് നെറ്റ് എടുക്കുമ്പോഴത്തേക്കും എത്രയാണ് കിട്ടുന്നത്? നെറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എത്രയാ? 2500 സി എന്നല്ലേ കിട്ടുന്നത്? ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കണം. സോ യു ഫൈനൽ വിൽ ബി ഈക്വൽ ടു 2500 ഇൻറ്റു കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാ? 900 ഇൻറ്റു 10⁻⁻12 അല്ലേ വരുന്നത്? ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 2.25 ഇൻറ്റു 10⁻⁻6 ജൂൾ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 2.25 ഇൻറ്റു 10⁻⁻6 ജൂൾ ഓപ്ഷൻ ബിയിൽ നമുക്ക് ആൻസർ എടുപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 charged spherical conductors of radius R1 and R2 are connected by a wire. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? 2 ചാർജ്ഡ് ആയിട്ടുള്ള സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിന്റെ റേഡിയസ് വരുന്നത് എങ്ങനെയാ? ആദ്യത്തെ റേഡിയസ് R1 ഉം രണ്ടാമത്തെ റേഡിയസ് R2 ഉമാണ്. നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. Then the ratio of the surface charge densities of the sphere σ1 by σ2 is equal to. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റീസിന്റെ റേഷ്യോ ആണ് പറയാനായിട്ട് പറഞ്ഞേക്കുന്നത്. നോക്കിയാടാ, 2 ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടേഴ്സിന് നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാർജ് ഒഴുകും. എവിടം വരെ? അവരുടെ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നിടം വരെ. അപ്പൊ വയറുമായിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യലിനെ ഇക്വേറ്റ് ചെയ്യാം. സോ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ആളുടെ പൊട്ടൻഷ്യൽ KQ ഡിവൈഡ് ബൈ R1 ആണ്. രണ്ടാമത്തെ ആളുടെ പൊട്ടൻഷ്യലോ KQ ഡിവൈഡഡ് ബൈ R2 ആണെന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. നോക്കിയേ, ഇവിടെ Q1 ഉം ഇവിടെ Q2 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. Q1 എന്ന് പറയുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു Q എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ സിഗ്മ ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചത്. സോ നമുക്ക് അതിനെ സിഗ്മയുടെ ടേംസിലോട്ട് മാറ്റണം. അപ്പൊ നോക്കിയേ, സിഗ്മ എന്ന് പറയുന്നത് എന്താ? സിഗ്മ എന്ന് പറയുന്നത് Q ബൈ A അല്ലേ? ആണ്. സിഗ്മ എന്ന് പറയുന്നത് Q ബൈ A ആണ്. സോ Q വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A എന്ന് വരത്തില്ലേ? വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഇൻറ്റു 4πr² എന്ന് പറഞ്ഞൂടെടാ? പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? K ഇൻറ്റു സിഗ്മ ഇൻറ്റു 4π ഇൻറ്റു R1² ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ സിഗ്മ 1 ആണ്. അടുത്ത എന്ത് വരും? K ഇൻറ്റു സിഗ്മ 2 ഇൻറ്റു 4π ഇൻറ്റു എന്ത് വരും ഇവിടെ? R2² ഡിവൈഡഡ് ബൈ R2 എന്നല്ലേ വരുന്നത്? ആണ്. ഇവിടെ ഒരു R2 ഉം R2² ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ ഒരു R1 ഉം R1² ക്യാൻസൽ ചെയ്തു പോകും. 4π ക്യാൻസൽ ആവും. K യും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? സിഗ്മ 1 R1 ഈസ് ഈക്വൽ ടു സിഗ്മ 2 R2 എന്ന് വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? സിഗ്മ 1 ബൈ സിഗ്മ 2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു R2 ഡിവൈഡ് ബൈ R1 നമുക്ക് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ R2 ഡിവൈഡ് ബൈ R1
ഓപ്ഷൻ എയിൽ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാടാ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാ എന്താ പറഞ്ഞേക്കുന്നത്? ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ഷോൺ ഇൻ ദി ഫിഗർ. ആ ഫിഗർ തന്നേക്കുന്നിടത്തെ എന്താ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ അതിനെ ജസ്റ്റ് ഒരു വയറായിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തല്ലേ ഉള്ളൂ. അത്രയും കൂട്ടും. പിന്നെ നോക്കിയേ, ഇവിടെ ഒരു കപ്പാസിറ്റൻസും ഇവിടെ അടുത്ത കപ്പാസിറ്റൻസും കൂടി പാരലലി കണക്ട് ചെയ്തിരിക്കുന്നു. നെറ്റ് എത്രയാണ് വരുന്നത്? 2C ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E in the space between the plates. If the distance between the plates is D and the area of each plate is A, then the energy stored in the capacitor. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. അതിലൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E ഉണ്ട്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ രണ്ട് കപ്പാസിറ്റൻസിന് ഇടയ്ക്കുള്ള ആ സ്പേസിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ഓരോ പ്ലേറ്റിന്റെയും ഏരിയ എയും ആണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഡിക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, എന്താ എനർജി സ്റ്റോർഡ് ഡിക്വേഷൻ എന്ന് പറയുന്നത്? U is equal to half into CV square അല്ലേ? ആണ്. നമുക്ക് സിക്ക് എന്ത് കൊടുക്കാം? ε0 A/D എന്ന് കൊടുക്കാം. നോക്കിയേ, അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു V സ്ക്വയർ എന്ന് വരത്തില്ലേ? വരും. എടാ അതിന് നോക്കിയേ, V സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, V ഡിവൈഡഡ് ബൈ D എന്ന് പറയുന്നത് എന്താ? V ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് E ആണെന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. സോ E വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ D ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദാ ഇവിടെ എനിക്ക് V സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു D ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു D കൊണ്ടും താഴെ ഒരു D കൊണ്ടും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാത്തമാറ്റിക്കലി മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? V ഡിവൈഡ് ബൈ D ഇൻറ്റു V ഡിവൈഡ് ബൈ D എങ്ങനെ കിട്ടി? നോക്കടാ, ഹാഫ് ഇൻറ്റു ε0 A ഡിവൈഡ് ബൈ D ഇൻറ്റു നോക്ക് V സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ഡീനെ നമുക്ക് ഇവിടുന്ന് മാറ്റണം കേട്ടോ. ഈ ഡീനെ ഞാൻ അവിടുന്ന് മാറ്റി എഴുതാനെ കൊണ്ട് രണ്ടാമത് ഒന്നുകൂടെ എഴുതിയത്. സോ V സ്ക്വയർ ഡിവൈഡ് ബൈ D സ്ക്വയർ ഇൻറ്റു D എന്ന് വരും. V ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് E ആണെങ്കിൽ V സ്ക്വയർ ഡിവൈഡ് ബൈ D സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? E സ്ക്വയർ ആണ്. സോ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. അപ്പൊ എന്താ വരുന്നത്? ഹാഫ് ഇൻറ്റു ε0 A ഇൻറ്റു E സ്ക്വയർ ഇൻറ്റു D എന്ന് വരത്തില്ലേ? വരും. ഹാഫ് ഇൻറ്റു ε0 ഇൻറ്റു ε0 A ഇൻറ്റു E സ്ക്വയർ ഇൻറ്റു D എന്ന് വരും. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് അവിടെ നോക്കിയേ. ഹാഫ് ഇൻറ്റു ε0 ഇൻറ്റു E സ്ക്വയർ ഇൻറ്റു AD. അങ്ങനല്ലേടാ ഇത് എഴുതിയേക്കുന്നത്? ഹാഫ് ഇൻറ്റു ε0 ഇൻറ്റു E സ്ക്വയർ ഇൻറ്റു AD എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ D ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേടാ, 27 drops of same size and charge at 220 volt each, they combine to form a bigger drop. Calculate the potential of the bigger drop. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? കുഞ്ഞു 27 ഡ്രോപ്പുകൾ ചേർന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഒരേ സൈസും ഒരേ ചാർജും ഉള്ള 27 ഡ്രോപ്പുകൾ ചേർന്നിട്ട് വലിയൊരു ഡ്രോപ്പ് ആയിട്ട് മാറിയിരിക്കുന്നു. ഈ ഓരോ കുഞ്ഞൻ ഡ്രോപ്പിന്റെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 220 വോൾട്ട് ആണെങ്കിൽ വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അല്ലേ? ആണ്. എടാ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന എന്തുവാണ്? അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അപ്ലൈ ചെയ്യും. കാരണം ഈ കുഞ്ഞു ചാർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വലിയൊരു ചാർജ് ഉണ്ടാവും. നോക്കിയേ, ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്നിരിക്കുന്ന കുഞ്ഞു ചാർജുകൾ, ഇതിന്റെ ഓരോന്നിന്റെയും ചാർജ് Q ആണെങ്കിൽ ഇത് ചേർന്നിട്ട് ഒരു വലിയ ചാർജ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് Q ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ Qനെ നമുക്ക് NQ എന്ന് വിളിക്കാം. എന്നിട്ട് ഇതിനകത്ത് Qന് നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് അവിടുത്തെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി മറ്റേ റിലേഷൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയുവാണ്. ആ റിലേഷൻസ് പഠിച്ചു വെച്ചേക്കണം. പ്രത്യേകിച്ച് അവിടുത്തെ റേഡിയസ് ആയിട്ടുള്ള റിലേഷൻസും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉറപ്പായിട്ടും ഡിറൈവ് ചെയ്ത് നോക്കി വെച്ചേക്കണം. ഇവിടെ ഇപ്പൊ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ വരുന്നത് എന്താ? V ബിഗ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? n⁻²/3 ഇൻറ്റു V എന്ന് പറയാം. ഇവിടെ ഈ n എന്ന് പറയുന്നത് എത്ര ഡ്രോപ്പുകൾ ചേർന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? n-ന്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? V ബിഗ് എന്ന് പറയുന്നത് എന്താ? 27⁻²/3 ഇൻറ്റു നമുക്ക് എന്ത് വരും? V എന്ന് വരും. V എത്രയാ പറഞ്ഞേക്കുന്നത്? 220 അല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? 220 എന്ന് വരും. 27⁻²/3 എന്ന് പറയുമ്പോൾ 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 9 ആണ്. അപ്പൊ 9 ഇൻറ്റു 220 എന്നല്ലേ വരുന്നത്? ആണ്. 9 ഇൻറ്റു 220 എന്ന് വരും. അപ്പൊ നമുക്ക് എത്ര വരും? 1980 വോൾട്ട് എന്നല്ലേടാ വരുന്നത്. നോക്കിയേ, 220 ഇൻറ്റു 9 എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ഇവിടെ 0 ആവും. 9 ഇൻറ്റു 2 18 8 സിസ്റ്റം 9 ഇൻറ്റു 2 18 1 19. അപ്പൊ 1980 അല്ലെങ്കിൽ എത്രയാ? 1980 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ, 1980 വോൾട്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ C ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The variation of electrostatic potential with a radial distance r from the center of a positively charged metallic thin shell of radius capital R is given by the graph. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ കാണിക്കാനാ പറഞ്ഞേക്കുന്നത്. ആരുടെയാ?
ആ ഒരു മെറ്റാലിക് തിൻ ഷെല്ലിന്റെ അതായത് കണ്ടക്ടിങ് ഷെല്ലിന്റെ ആണ് കാണിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഏതാ വരുന്നത് ഗ്രാഫ്? ഉറപ്പായിട്ടും നമുക്കറിയാം ഓപ്ഷൻ എ അല്ലേടെ ഗ്രാഫ് ആയിട്ട് വരുന്നത് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിംഗ് ക്രോസ് സെക്ഷൻ ഏരിയ എ ആൻഡ് separation D has air in between the plates. Now an insulating slab of same area but thickness D/2 is inserted between the plates as shown in the figure having dielectric constant K is equal to 4. The ratio of new capacitance to its original capacitance will be. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. എപ്പോഴായിരുന്നു? അതിനിടയ്ക്ക് എയർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ എന്താ C1 നമുക്ക് പറയാൻ പറ്റും. എന്താടാ C1 എന്ന് പറയുന്നത്? ε0 A/D ആണ് നമുക്ക് C1 എന്ന് പറഞ്ഞൂടെ പറയാനായിട്ട് പറ്റും. എന്താ C1 എന്ന് പറയുന്നത്? ε0 A/D ആണ് നമുക്ക് C1 എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ അവിടെ ഒരു എന്തുകൊണ്ട് വെക്കുന്നുണ്ട്? ഇൻസുലേറ്റിംഗ് സ്ലാബിനെ കൊണ്ട് വെക്കുന്നുണ്ട്. സെയിം ഏരിയ ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? തിക്നെസ് കുറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ D/2 ആയിട്ട് അവിടെ തിക്നെസ് കുറയുന്നുണ്ട്. അപ്പൊ നോക്ക് D എന്ന് പറയുന്നത് എത്രയായിട്ട് കുറഞ്ഞു എന്ന് പറയുന്നു? D/2 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നു. അതിനിടയ്ക്ക് വെച്ചേക്കുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ആ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എത്രയാ? 4 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസും പഴയ കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ നോക്കിയേ, C2ന്റെ ഇക്വേഷൻ എനിക്ക് എന്ത് എഴുതാം? C2ന്റെ ഇക്വേഷൻ എനിക്ക് എഴുതാം ε0 A/T തിക്നെസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്? D - T plus T/K അല്ലേടാ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ആണ്. ഇതാണ് C2ന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അവിടെ ഈ D - T plus T/K നെ ഒന്ന് കണ്ടുപിടിക്കാം. D - T എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? D - D/2 എന്ന് വരും. പ്ലസ് T എന്ന് പറയുന്നത് D/2 ആണ്. സോ D/2K എന്ന് വരും. വരത്തില്ലേ? D - D/2 എന്ന് പറയുന്നത് എന്താ? D/2 തന്നെയാണ്. പ്ലസ് D/2K എന്ന് പറയുമ്പോഴത്തേക്കും D/2 ഇൻറ്റു K യുടെ വാല്യൂ എത്രയാ? K യുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 4 കൊടുക്കാം, ഇവിടെ ഒരു 4 കൊടുക്കാം. അപ്പൊ എത്രയാ വരുന്നത്? 5D/8 എന്നല്ലേടാ വരുന്നത് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് വരുന്നത് എന്താ? 5D/8 എന്ന് വരും. അപ്പൊ കപ്പാസിറ്റൻസ് C2ന്റെ വാല്യൂ നമുക്ക് എഴുതിക്കൂടെ? എന്താ വരുന്നത്? ε0 A/5 into D. ഇത് ഈ 8 കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്യും? മേലിലേക്ക് വരും. ഇതിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതി വയ്ക്കേ. 8/5 into ε0 A/D എന്ന് എഴുതിക്കൂടെ? ε0 A/D എന്ന് പറയുന്നത് എന്താ? C1 ആണ്. സോ 8/5 C1 എന്ന് കിട്ടും. എന്തിന്റെ വാല്യൂ? C2ന്റെ വാല്യൂ. ഇനി എന്തിന്റെ റേഷ്യോ ചോദിച്ചേക്കുന്നത്? പുതിയ കപ്പാസിറ്റൻസിനെ ഒറിജിനൽ കപ്പാസിറ്റൻസിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് C2/C1 ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ C2 എന്ന് പറയുന്നത് 8/5 C1 ആണെങ്കിൽ C2/C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8/5 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 8:5 ആണെന്ന് പറയാം. സോ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാടാ. In a certain region of space with a volume 0.2 meter cube, electric potential is found to be 5 volt throughout. The magnitude of electric field in this region. നോക്കിയാടാ, അവിടെ നമ്മുടെ പറയുന്നുണ്ട് ഒരു certain region ഉണ്ട്. ആ സ്പേസിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 0.2 മീറ്റർ ആണ് നമ്മുടെ പറയുന്നുണ്ട്. അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ത്രൂ ഔട്ട് എത്രയാണെന്നാ പറയുന്നത്? 5 വോൾട്ട് ആണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് E will be equal to -dV/dr അല്ലേ വരുന്നത് ആണ്. പൊട്ടൻഷ്യൽ അവിടെ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് മീഡിയം ഈസ് 6 മൈക്രോഫാരഡ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിനിടയ്ക്ക് എയർ മീഡിയം ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നു? 6 ആണെന്ന് പറയുന്നു. ഇനി നോക്കിയേ, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഡൈലക്ട്രിക് മീഡിയം ദ കപ്പാസിറ്റൻസ് ബിക്കംസ് 30 മൈക്രോഫാരഡ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയത്തിനെ കൊണ്ടവിടെ വെക്കുന്ന സമയത്ത് അവിടുത്തെ കപ്പാസിറ്റൻസ് എന്തായിട്ട് മാറുന്നു? 30 മൈക്രോഫാരഡ് ആയിട്ട് മാറുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെയാണ് നമ്മുടെ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ ഇവിടെ പറയുവാണ്. എന്താ എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്? എനിക്ക് ആദ്യമേ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയാണെന്നാ പറഞ്ഞിരുന്നത്? 9 മൈക്രോഫാരഡ് എന്നാണ് എന്ത് ചെയ്തിരുന്നത്? എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ അകത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കിന് C' എന്തായിട്ട് മാറും? KC ആയിട്ട് മാറും. കൊണ്ടുവച്ചേക്കുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്റെ Kനെ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ KC ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേക്കുന്നു? 30 മൈക്രോഫാരഡ് ആണ് പറഞ്ഞേക്കുന്നത്. രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്തേ. C/KC എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 6/30 എന്ന് കിട്ടും. ഇവിടുന്ന് Cയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? K എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയാൽ 6ഉം 30ഉം ക്യാൻസൽ ആയി 5 അല്ലേ കിട്ടുന്നത് ആണ്. അപ്പൊ എനിക്ക് Kയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? Kയുടെ വാല്യൂ എനിക്ക് അവിടെ നിന്ന് കിട്ടും എത്രയെന്ന്? 5 എന്ന് കിട്ടും.
ഇനി എന്താ എനിക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാടാ നമ്മൾ പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കെ എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. സോ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ സംഭവം? എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 അല്ലേ? ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ് നമുക്ക് എന്ത് പറയുന്നത്? കെ എന്ന് പറയുന്നത്. അപ്പം പെർമിറ്റിവിറ്റി ഓഫ് എയറിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? എപ്സിലോൺ 0യുടെ വാല്യൂ അറിയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എപ്സിലോൺ ആണ്. സോ എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു കെ എന്ന് വരും. എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാ പെട്ടെന്ന് പറഞ്ഞേ? 8.85 ഇൻറ്റു 10⁻⁻12 അല്ലേടാ? ആണ്. അതേ ഇൻറ്റു കെയുടെ വാല്യൂ എത്രയാ വരുന്നത്? 5 ആണ്. സോ നോക്കിയേ, 5 ഇൻറ്റു 4 എത്രയാ വരുന്നത്? 40 വരും. അപ്പൊ 4 സംതിങ് ആണ് വരേണ്ടുന്നത്. 5 ഇൻറ്റു 4 ആകുമ്പോൾ തന്നെ 40 ആയി അല്ലേ? 5 ഇൻറ്റു 4 ആകുമ്പോഴത്തല്ല, 5 ഇൻറ്റു 8 ആകുമ്പോഴത്തേക്കാണ് എത്രയായി? 5 ഇൻറ്റു 8 40 ആയി. അപ്പൊ 40നെ 2 സ്ഥാനം കൂടി ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടാണ് ഇവിടെ എല്ലാം പോയിന്റ് സംതിങ്ങിലാണ് ആൻസർ കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും എന്തായാലും വരത്തില്ല എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിലേക്ക് കത്തുന്ന കാര്യമാണ്. പിന്നെ 8 ഇൻറ്റു 5 40 വരണം. 40 ഇൻറ്റു 10⁻⁻12 44 ഇൻറ്റു 10⁻⁻12 എന്ന് പറയുന്ന രീതിയിലായിരിക്കണം ആൻസർ വരേണ്ടുന്നത്. 2 പോയിന്റ് ഇപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? 0.44 ഇൻറ്റു 10⁻⁻10 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലേ? പറ്റും. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് ഓഫ് 16 ഇൻറ്റു 10⁻⁻9 കൂളോമീറ്റർ. The electric potential due to the dipole at a point at a distance of 0.6 meter from the center of the dipole situated on the line making an angle of 60 degree with the dipole axis. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അതിന്റെ ഡൈപോൾ മൊമെന്റ് പി എന്ന് പറയുന്നത് എത്രയാ? 16 ഇൻറ്റു 10⁻⁻9 കൂളോമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ? ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? The electric potential due to the dipole at a point at a distance of 0.6 meter. അപ്പൊ ഈ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് 0.6 മീറ്റർ മാറിയിട്ടുള്ള എന്താ കണ്ടുപിടിക്കാനുള്ളത്? പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്? കണ്ടുപിടിക്കേണ്ടുന്നത്. ഇനി ആ 0.6 മീറ്റർ എവിടെയാ കിടക്കുന്നത്? നമ്മുടെ ഡൈപോളിന്റെ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി ആംഗിൾ ആണ് നമ്മുടെ പറയുന്നുണ്ട്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു KP cos θ ഡിവൈഡഡ് ബൈ എന്ത് വരും? R² എന്ന് വരും. വരത്തില്ലേ? വാല്യൂസ് എല്ലാം അറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. മതി. സോ കെയുടെ വാല്യൂ എത്രയാ? 9 ഇൻറ്റു 10⁻⁻9 ആണ്. ഇൻറ്റു ടിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 10⁻⁻9 ആണ്. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് 60 എത്രയാടാ? 1/2 ആണ് വരുന്നത്. സോ 1 /2 എന്ന് വരും. R² എന്ന് പറയുമ്പോഴത്തെ എന്ത് വരും? 6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 10 എന്ന് വരത്തില്ലേ? വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. നോക്കിയേ, ഇവിടെ ഞാൻ 2നെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ എനിക്ക് 8 എന്ന് കിട്ടും. കിട്ടത്തില്ലേടാ? ഈ 8നെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. 6നെ ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ 3നെയും ഈ 9നെയും ക്യാൻസൽ ചെയ്താൽ എനിക്ക് അവിടെ എന്ത് കിട്ടും? അവിടെ എനിക്ക് 3 എന്ന് കിട്ടും. ഈ 6നെ ക്യാൻസൽ ചെയ്താൽ 3 എന്നും 4നെ ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2നെയും ഈ 3നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ 2 വെച്ച് തുടങ്ങുന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ പിന്നെ ബാക്കി കിടക്കുന്ന ഈ 10⁻⁻9 10⁻⁻9 ക്യാൻസൽ ആയി പോകും. സോ 2 ഇൻറ്റു 10⁻², ഓർ 200 വോൾട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 200 വോൾട്ട്. ഓപ്ഷൻ എയിൽ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The electrostatic force between a metal plate of an insulated parallel plate capacitor C having charge Q and area A is. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ വേണ്ടുന്നത്? നമ്മുടെ ഐസൊലേറ്റഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് വേണ്ടുന്നത്. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് Q ആണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഏരിയ എന്ന് പറയുന്നത് A ആണെന്നും തന്നിട്ടുണ്ട്. ഇല്ലേ? തന്നിട്ടുണ്ട്. സോ നോക്കിയേ, ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എന്താ? Q ഇൻറ്റു E ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്താ? E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 അല്ലേ? ആണ്. സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയാം. സോ അതിന് ഞാൻ ഇവിടേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? Q ഇൻറ്റു സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 എന്ന് വരും. ഇനി ക്യൂവിനെ മാറ്റിയിട്ട് സിഗ്മേനെ മാറ്റിയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? Q/A എന്ന് കൊടുക്കാം. സോ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് വരും? Q² ഡിവൈഡ് ബൈ 2A എപ്സിലോൺ 0 എന്നല്ലേ വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ ഫോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ എനിക്ക് കിട്ടി. എന്താണ് വരുന്നത്? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 2A എപ്സിലോൺ 0 ആണ് എന്ത് വരുന്നത്? എനിക്ക് അവിടുത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക. പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്. ഇവിടെ ഡിസ്റ്റൻസുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സോ അപ്പൊ ഇത് തെറ്റാണ്. അടുത്ത നോക്കിയാൽ ലിനിയർലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്. അതും അല്ല, അതും തെറ്റാണ്. അടുത്ത നോക്കിയേ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്. പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നു അല്ലേ? ഫോഴ്സ് കണ്ടുപിടിച്ചപ്പോഴത്തേന് അവിടെ എന്ത് വരുന്നില്ല? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേമേ നമുക്ക് അവിടെ എടുക്കേണ്ടി വരുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം?
ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ എ ബാറ്ററി. ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് ആൻഡ് അനദർ ഐഡന്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ഇൻ പാരലൽ. ദ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി റിസൾട്ടിംഗ് ദ സിസ്റ്റം ഈസ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അതിനെ നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഈ ബാറ്ററിനെ റിമൂവ് ചെയ്തു, ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള അൺചാർജ്ഡ് കപ്പാസിറ്ററിനെ എന്ത് ചെയ്തു? ഇതിന് പാരലായിട്ട് കൊണ്ട് കണക്ട് ചെയ്തു. നോക്കിയേ, ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആവും. എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഇവിടെയും V/2 ആവും, ഇവിടെയും V/2 ആവും. ഇതിന്റെ കപ്പാസിറ്റർ സി ആണ്, ഇതിന്റെ കപ്പാസിറ്റർ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 2C അല്ലേടാ വരുന്നത്? ആണ്, അവിടുത്തെ നെറ്റ് കപ്പാസിറ്റൻസ് വരുന്നത് 2C ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ എന്തുണ്ടായിരുന്നില്ല? ഈ രണ്ടാമത്തെ ആളെ നമ്മളോട് കണക്ട് ചെയ്തിരുന്നില്ല, പകരം എന്ത് ചെയ്തിരുന്നു? ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തത്, എന്നിട്ട് അതിനെ ചാർജ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ യു ഇനിഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു CV² ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ, ഹാഫ് ഇൻറ്റു CV² ആണ് നമുക്ക് ഇനിഷ്യൽ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് അല്ലേ? ആണ്. ഇനി നോക്കിയേ, യു ഫൈനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു സി എന്ന് പറയുന്നത് എത്രയാടാ? സി എന്ന് പറയുന്നത് അവിടെ 2C ആയിട്ട് മാറും. വി എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്തായിട്ട് മാറും? V/2 ആയിട്ട് മാറും. കാര്യം പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ടല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുത്തുള്ളൂ. ആണ്, അപ്പൊ V/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ വേണ്ട, ആ 2 തൽക്കാലം ക്യാൻസൽ ചെയ്യണം. നോക്കിയേ, ഇവിടെ എന്ത് വരും? ഹാഫ് ഇൻറ്റു 2C ഇൻറ്റു V² ഡിവൈഡ് ബൈ 4 എന്നല്ലേ വരുന്നത്? ആണ്, V² ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഈ 2നെ ഈ 4നോട് ക്യാൻസൽ ചെയ്താൽ എനിക്ക് അവിടെ 2 കിട്ടും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 1/2 ഇൻറ്റു ഹാഫ് CV² എന്ന് എഴുതി കൂടെ. ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഹാഫ് CV² എന്ന് എഴുതാൻ പറ്റും. അല്ലെ എനിക്ക് എന്ത് പറയാം? 1/2 ഇൻറ്റു സി ഇനിഷ്യൽ എന്ന് എനിക്ക് പറഞ്ഞൂടെ? സോറി, 1/2 ഇൻറ്റു യു ഇനിഷ്യൽ എന്ന് എനിക്ക് പറഞ്ഞൂടെ? സി ഇനിഷ്യൽ എന്നല്ല, യു ഇനിഷ്യൽ എന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? അല്ല, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. എത്ര ഡിക്രീസ് ചെയ്യും? ബൈ ദ ഫാക്ടർ ഓഫ് 2 നമുക്ക് അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്രാമത്തെ? 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയതാ. ദ ഡയഗ്രാംസ് ബിലോ ഷോൺസ് ദ റീജിയൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ. എന്താ? ഇക്വിപൊട്ടൻഷ്യൽ റീജിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ പോസിറ്റീവ് ചാർജ് ഈസ് മൂവ്ഡ് ഫ്രം A to B ഇൻ ഈച്ച് ഡയഗ്രാം. ഓരോ ഡയഗ്രത്തിന്റെ അകത്തും ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ A to B മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ B ഇരിക്കുന്നത് എത്രയാ? 40ലാണ്. A ഇരിക്കുന്നത് എവിടെയാടാ? A ഇരിക്കുന്നത് ഇവിടെ 10ലാണ് അല്ലേ? ആണ്. അപ്പൊ അവിടുത്തെ ഡെൽറ്റ V എന്ന് പറഞ്ഞത് തന്നേക്കുന്നത് എത്രയാ? ഡെൽറ്റ V എന്ന് പറയുന്നത് 40 - 10 that will be equal to 30 എന്ന് കിട്ടും. അടുത്ത ആളെ നോക്കിയേ, അടുത്ത ആൾ ഇരിക്കുന്നത് ഡെൽറ്റ V1 എന്ന് കൊടുക്കാം. ഇവിടെ ഡെൽറ്റ V2 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെയും 40 ആണ് B ഇരിക്കുന്നത്. A ഇരിക്കുന്നത് എവിടെയാ? A ഇരിക്കുന്നത് 20ലല്ല, ഇവിടെ 10ലല്ലേ A ഇരിക്കുന്നത്? ആണ്, 10ലാണ് A ഇരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 40 - 10 അഗൈൻ നമുക്ക് എത്ര തന്നെ വരും? 30 തന്നെയല്ലേടാ വരുന്നത്? ആണ്. എടാ, ഇത് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ Aയുടെ അവിടെ തന്നേക്കുന്നത് 10 വോൾട്ടും അടുത്തതായി ഈ വരയുടെ അവിടെയാണ് 20 വോൾട്ട് തന്നേക്കുന്നത്. ഓക്കെ ആണ്, കൺഫ്യൂഷൻ ആവല്ലേ? അടുത്ത നോക്കിയേ, അടുത്ത മൂന്നാമത്തെ ഫിഗർ പറയുമ്പോഴത്തേക്കും നോക്ക്, B ഇരിക്കുന്നത് 40ലാണ്, എഗൈൻ A ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് 10ൽ തന്നെയാണ്. അപ്പൊ എഗൈൻ നമുക്ക് എത്രയാണ്? 40 - 10 that is equal to 30 എന്ന് വരും. ഇവിടെയും 40ലും 10ലും അല്ലേ ഇരിക്കുന്നത്? ആണ്. അപ്പൊ ഡെൽറ്റ V4 എന്ന് പറയുന്നത് എത്ര തന്നെ വരും? 30 തന്നെയല്ലേ വരുന്നത്? ആണ്. നാലിടത്തും ഡെൽറ്റ V എന്ന് പറയുന്നത് 30 തന്നെയാണ് വരുന്നത്. വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ എന്ന് പറയുന്നത് Q ഇൻറ്റു ഡെൽറ്റ V ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നാലിടത്തും ചെയ്യപ്പെടുന്ന വർക്ക് സെയിം ആണ് നമുക്ക് പറഞ്ഞൂടെ? പറയാൻ പറ്റും. സോ ആൻസർ ഏതാടാ വരുന്നത്? ഇൻ ഓൾ ദ 4 കേസസ് ദ വർക്ക് ഡൺ ഈസ് സെയിം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാസ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് P. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സബ്സ്റ്റൻസിന്റെ അകത്തുള്ള ഒരു മോളിക്യൂളിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് എത്രയുണ്ട്? P ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. A mole of this substance is polarized by applying a strong electrostatic field E. അപ്പൊ എന്താ? ഇതിന്റെ ഒരു മോൾ സബ്സ്റ്റൻസ്, ഈ ഒരു സംഭവത്തിന്റെ ഒരു മോൾ സബ്സ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് E നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. The direction of the field is suddenly changed by an angle of 60 degree. എന്ത് ചെയ്തു? ഇവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു? പെട്ടെന്ന് 60 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ആയി എന്ന് പറയുന്നുണ്ട്. ഇനി N എന്ന് പറയുന്ന അവഗാഡ്രോസ് നമ്പർ ആണെങ്കിൽ the amount of work done by the field, അവിടെ ചെയ്യപ്പെട്ട വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എങ്ങനെയാ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു -PE cos θ1 - θ2. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? ആണ്. -PE cos θ1 - θ2 ആണ് നമുക്ക് അവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. നോക്കിക്കടാ, ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് P ആണെങ്കിൽ ഒരു മോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? NB ആണ് അവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയാൻ പറ്റും. സോ -NB × E × cos θ1 - θ2 എന്ന് പറയുമ്പോഴത്തേന് എത്ര വരും? എവിടുന്ന 0 ഡിഗ്രിയിലായിരുന്നു കിടന്നിരുന്നത്, അത് പിന്നെ 60 ഡിഗ്രി ആയിട്ട് മാറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും?
60 മൈനസ് 0 നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ നോക്കിയേ മൈനസ് NPE ഇൻറ്റു എന്ത് വരും കോസ് 60 എന്ന് വരും. കോസ് 60 എന്ന് പറയുന്നത് എത്രയാ? കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. സോ നമുക്ക് എന്ത് പറയാം? മൈനസ് NPE ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് അവിടുത്തെ ആൻസർ വരുന്നതെന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? NPE ഡിവൈഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ NPE ഡിവൈഡ് ബൈ 2 ഓർ ഹാഫ് NPE. ഓപ്ഷൻ ബിയിൽ നമുക്ക് ആൻസർ എടുപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ടു ബി ഡിസൈൻഡ് യൂസിംഗ് എ ഡൈലക്ട്രിക് ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 3 so as to have a dielectric strength of 10⁻⁹ volt per meter. If the voltage rating of the capacitor is 12 kilovolt, the minimum area of each plate required to have a capacitance of 80 picofarad. അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടെന്ന് പറയുന്നു. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡൈലക്ട്രിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വാല്യൂ എത്രയാ? 10⁹ volt per meter ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഇഫ് ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദി കപ്പാസിറ്ററിന്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? 12 കിലോ വോൾട്ട് എന്ന് പറയുന്നുണ്ട്. 12 കിലോ വോൾട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 12 × 10⁻³ വോൾട്ട് ആണ് അവിടെ റേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയാൻ പറ്റും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? മിനിമം ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്. നമ്മൾ അവിടെ കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന കപ്പാസിറ്റൻസ് 80 പൈക്കോഫാർഡ് ആണെങ്കിൽ അവിടെ വേണ്ടുന്ന ഏരിയ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് ε0 A ഡിവൈഡ് ബൈ ഡി ആണ്. ഇവിടെ ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടായിട്ട് നമുക്ക് എന്ത് പറയാം? കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് K ടൈംസ് ഓഫ് ε0 A ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഡി ഇല്ല, പകരം നമുക്ക് ആരെ തന്നിട്ടുള്ളത്? ഇനെയും വിനെയാണ് തന്നിട്ടുള്ളത്. നോക്കിയേ ഇ എന്ന് പറയുന്നത് എന്താ? വി ബൈ ഡി ആണ് ഇ എന്ന് പറയുന്നത്. സോ ഡിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഡി വിൽ ബി ഈക്വൽ ടു വി ബൈ ഇ എന്ന് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താ വരുന്ന ഇക്വേഷൻ? കപ്പാസിറ്റൻസ് സി വിൽ ബി ഈക്വൽ ടു K × ε0 A ഡിവൈഡ് ബൈ ഡിക്ക് പകരം ഡി ഡിവൈഡ് ബൈ ഇ കൊടുക്കണം. സോ ഈ എന്ത് ചെയ്യും? കറങ്ങി മേലിൽ പോരും. ഇനി നമുക്ക് അവിടെ നിന്ന് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഏരിയനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഏരിയനെ കണ്ടുപിടിക്കാനെ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്താ ഇക്വേഷൻ കിട്ടുന്നത് നോക്കിയേ? ഏരിയ എ വിൽ ബി ഈക്വൽ ടു സി വി ഡിവൈഡഡ് ബൈ K × ε0 × ഇ എന്ന് കിട്ടത്തില്ലേ? കിട്ടും. സി എന്ന് പറയുന്നത് എത്രയാടാ? സി എന്ന് പറയുന്നത് 80 പൈക്കോഫാർഡ് ആണ്. സോ 80 × 10⁻⁻12 ഇൻറ്റു വി എന്ന് പറയുന്നത് എത്രയാണ്? 12 × 10⁻³ ആണ് ഡിവൈഡഡ് ബൈ കെന്റെ വാല്യൂ എത്രയാ? 3 ആണ്. ε0 എന്ന് പറയുമ്പോൾ 8.8 × 10⁻12 എന്ന് വരും. ഇൻറ്റു ഇയുടെ വാല്യൂ എത്രയാ? 10⁻9 ആണ്. ഇനി നോക്കിയാടാം. ഇനി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു 10⁻12 ഉണ്ട്, ഇവിടെ ഒരു 10⁻12 ഉണ്ട്. രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അടുത്ത നോക്കിയേ ഈ 3നെയും 12നെയും ക്യാൻസൽ ചെയ്ത് എനിക്ക് അവിടെ 4 എന്ന് എഴുതി കൂടെ എഴുതാനായിട്ട് പറ്റും. അതിനെല്ലാം കൂടെ ഒന്ന് മാറ്റി എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 8 × 4 ഡിവൈഡ് ബൈ 8.8 × 10⁻4 ഡിവൈഡ് ബൈ 10⁻9 എന്ന് കിട്ടും. ഓർ എനിക്ക് അവിടെ നിന്ന് എന്താ കിട്ടുന്നത്? ഏരിയ വിൽ ബി ഈക്വൽ ടു 8 × 4 ഡിവൈഡ് ബൈ 8.8 × 10⁻⁻5 എന്നല്ലേ കിട്ടുന്നത്? ഈ 8.8നെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. കാര്യം അവിടെ നല്ല വ്യത്യാസമുണ്ട്. ബ്ലൈൻഡ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ 8 എന്ന് എടുക്കുന്നു. 8നെ 4നെ കൂടെ ക്യാൻസൽ ചെയ്ത് എനിക്ക് എത്ര കിട്ടും? താഴെ എനിക്ക് 2 എന്ന് കിട്ടും അല്ലേ? 2 എന്ന് അപ്രോക്സിമേറ്റ്ലി കിട്ടും. ഈ 2നെ 8നെ കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പൊ 4 × 10⁻⁻5 എന്ന് എനിക്ക് അവിടെ ഏരിയയുടെ ആൻസർ കിട്ടി. അപ്പൊ പക്ഷെ അത് ആൻസർ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തത്. അപ്പം 3 കഴിഞ്ഞിട്ട് 3.5 കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? തന്നേക്കുന്ന വാല്യൂസിന്റെ അകത്ത് ഏറ്റവും അടുത്തിരിക്കുന്നത് 3.6 × 10⁻⁵ മീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാടാ? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്രാമത്തെ ക്വസ്റ്റ്യനാ? 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയാടാ. ഫിഗർ ഒക്കെ തന്നിട്ട് നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. വായിച്ചു നോക്കാം. നോക്കിയേ A parallel plate capacitor of area A, plate separation D and capacitance C is filled with 4 dielectric materials having dielectric constant K1, K2, K3 and K4 are shown in the figure below. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് A ആണെന്ന് പറയുന്നുണ്ട്. പ്ലേറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് D ആണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കപ്പാസിറ്റൻസ് C ആണെന്നും പറയുന്നുണ്ട്. ഇതിനിടയിലേക്ക് നമ്മൾ 4 ഡൈലക്ട്രിക് മെറ്റീരിയൽസ് വെക്കണം. അപ്പം ആദ്യമേ പറഞ്ഞ കണ്ടീഷൻ ചുമ്മാ ഇരിക്കുന്ന ഒരു കപ്പാസിറ്റൻസിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സി എന്ന് പറയുന്നത് ε0 A ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞൂടെ പറയാനായിട്ട് പറ്റും. ഏരിയയും ഡി സെപ്പറേഷനും ഒക്കെ ഉള്ളതിന്റെ ആണെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0 A ഡിവൈഡ് ബൈ ഡി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അവിടെ 4 ഡൈലക്ട്രിക് മെറ്റീരിയൽ കൊണ്ട് അതിന്റെ സ്പേസിനെ അങ്ങ് നിറയ്ക്കുന്നു. K1, K2, K3 and K4 ഫിഗറിൽ കാണിച്ചേക്കുന്ന കണക്കാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യിക്കുന്നത്? നിറച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. If a single dielectric material is to be used to have the same capacitance C in this capacitor, then the dielectric constant K is given by. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സിംഗിൾ മെറ്റീരിയൽ കൊണ്ടായിരുന്നു ഒരു സിംഗിൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെയിം കപ്പാസിറ്റൻസ് സി തന്നെ നമുക്ക് ആ കപ്പാസിറ്ററിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ എഴുതാനാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്?
പറഞ്ഞേക്കുന്നത്. നോക്കിയേടാ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും. എന്താ ഇവിടുന്ന് പറയാൻ പറ്റുന്നത്? ഇവിടുന്ന് ഓരോരുത്തരുടെയും വാല്യൂ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. സോ ആദ്യമേ ഞാൻ ഇയാളെ കൊണ്ടുണ്ടാവുന്ന വാല്യൂവിനെ എഴുതുവാണ്. C1 എന്ന് പറയുന്നതിനെ എഴുതുവാണ്. C1 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എത്രയാണ് വരുന്നത്? ε0 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്ര? എ എന്ന് പറയുന്നത് A ഡിവൈഡ് ബൈ 3 ആണ്. സോ A ഡിവൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടുന്നത്? ഡി എത്രയാണ് വരുന്നത്? D/2 അല്ലേടാ വരുന്നത്? ആണ്. ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? K1 എന്ന് കിട്ടും. കാര്യം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ C1 എന്ന് പറയുന്നത് K ടൈംസ് ഓഫ് C ആയിരിക്കുന്നില്ല. അപ്പൊ K1 ഇൻറ്റു ε0 A ഡിവൈഡ് ബൈ 3 ഇൻറ്റു എന്ത് വരും നമുക്ക്? D ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? നോക്കിയേ, ε0 A ഇൻറ്റു K1 ഡിവൈഡഡ് ബൈ 3D അപ്പോൾ 2 എന്ന് വരത്തില്ലേ? വരും. ഒന്ന് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 2/3 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K1 എന്ന് എഴുതാം. അവിടെ നിൽക്കട്ടെ. അതാണ് എന്ത്? C1 എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, C2 നമ്മൾ ഇതേപോലെ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? C2 എന്ന് പറയുന്നതും A/3 ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. K2 ആയിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2/3 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K2 ആണ് നമുക്ക് എന്ത് വരുന്നത്? C2ന്റെ വാല്യൂ വരുന്നതെന്ന് എഴുതാൻ പറ്റും. അതേപോലെ C3യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? C3 അഗൈൻ A/3യിലാണ് ഇരിക്കുന്നത്, D/2 തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? C3 എന്ന് പറയുന്നതും 2/3 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K3 ആണെന്ന് അവിടെ നിന്ന് ഒറ്റയടിക്ക് പറഞ്ഞൂടെ? പറയാനായിട്ട് പറ്റും. ഇനി ഇവരെല്ലാം എങ്ങനെയായിരിക്കുന്നത്? ഇവരെല്ലാം പാരലൽ ആയിട്ടല്ലേ ഇരിക്കുന്നത്? ആണ്, പരസ്പരം പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അവരുടെ ഇക്വാലന്റ് അതിനെ ഞാൻ C' എന്ന് വിളിക്കുന്നു, അല്ലെ നമുക്ക് C1' എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. സോ അവരുടെ മൂന്നിന്റെയും കൂടി ഇക്വാലന്റ് വരുന്നത് എന്തായിരിക്കും? അവരുടെ മൂന്നിന്റെയും കൂടി ഇക്വാലന്റ് വരുന്നത് C1 + C2 + C3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? C1 + C2 + C3 എന്ന് എഴുതാം. C1 + C2 + C3 എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിന്റെ അകത്ത് മൂന്നിനും നമുക്ക് എന്ത് ചെയ്യാം? 2/3 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D കോമൺ എടുക്കാം. ഇൻറ്റു നമുക്ക് എന്താ വരുന്നത്? K1 + K2 + K3 നല്ലേടാ വരുന്നത്? ആണ്. അത്രയും ഭാഗത്തിന്റെ ഇക്വാലിറ്റി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നോക്കിയേ, ഈ നാലാമത്തെ ഭാഗത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? C4 എന്ന് പറയുന്നത് നോക്കുക എത്ര വരുവാടാ നോക്കിയേ. ε0 ഇൻറ്റു A എന്ന് പറയുന്നത് A തന്നെയാണ്, ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് എത്രയാണ്? D/2 ആയി. അപ്പൊ 2 എന്ത് ചെയ്യും? 2 കറങ്ങി മേലിൽ വരും. ഇൻറ്റു നമുക്ക് എന്ത് പറയാം? K4 എന്ന് പറയാം. ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ 2 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K4 എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്? ആണ്. 2 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K4 നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഇനി ഇവർ രണ്ടും ഈ C1' C4 എങ്ങനെയാണ് കിടക്കുന്നത്? സീരീസിലായിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞൂടെ? സീരീസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ C ഇക്വാലൻസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? അവിടുത്തെ ടോട്ടൽ അവിടുത്തെ നെറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആയിട്ട് എടുത്തോളാൻ നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ C ഇക്വാലന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1/C ഇക്വാലന്റേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/C1' + 1/C4 ആണെന്ന് പറയാം. ഇതിന് എത്രയാ C ഇക്വാലന്റ് എന്ന് പറയുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസിന് ഈക്വൽ ആണെന്ന് നമ്മുടെ പറയുന്നുണ്ട്. ക്വസ്റ്റിൻ്റെ അകത്ത് അത് പറയുന്നില്ല. നോക്കിയേ, എന്താ വായിച്ചു നോക്കിയേ. ഇഫ് എ സിംഗിൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ഈസ് ടു ബി യൂസ്ഡ് ടു ഹാവ് ദ സെയിം കപ്പാസിറ്റൻസ് C ഇൻ ദിസ് കപ്പാസിറ്റർ then its dielectric constant K എന്നാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ നെറ്റ് കിട്ടേണ്ടുന്നത്? C കപ്പാസിറ്റൻസ് തന്നെയാണ് നമുക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. സോ എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു പേജും കൂടെ എടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ തികയത്തില്ല. സോ നോക്കിയേ, എന്തായിരുന്നു വന്നത്? 1/C = 1/C' + 1/C4 എന്നല്ലേ വന്നത്? ആണ്. 1/C' എന്ന് പറയുമ്പോൾ C' വാല്യൂ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിരുന്നത്? 2/3 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു എത്രയാടാ കണ്ടുപിടിച്ചത്? നമുക്ക് അവിടെ സിയുടെ വാല്യൂ അല്ലേ നമ്മൾ അവിടെ കണ്ടുപിടിച്ചിരുന്നത്? ആണ്. നമുക്കിവിടെ വേണ്ടുന്നത് എന്താ? 1/C' വാല്യൂ അല്ലേ വേണ്ടുന്നത്? ആണ്. 1/C' വാല്യൂ ആണ് വേണ്ടുന്നത്. സോ നോക്കിയേ, ഇപ്പൊ നമുക്ക് എത്രയാണ് വരുന്നത്? 1/C' എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചിടണം. C ഇക്വാലന്റിന്റെ വാല്യൂ ഒന്നും കൂടെ നമുക്ക് ഇവിടോട്ട് എഴുതി വെക്കാം. നോക്ക്, C' വാല്യൂ എത്രയായിരുന്നു? 2ε0 A ഡിവൈഡഡ് ബൈ 3D ഇൻറ്റു ഇവിടെ നമുക്ക് എന്താണ്? K1 + K2 + K3 എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത്? ആണ്. അപ്പൊ അതിന്റെ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് 3D ഡിവൈഡഡ് ബൈ 2ε0 A ഇൻറ്റു എന്താ വരുന്നത്? K1 + K2 + K3 നമുക്ക് വരും. പ്ലസ് 1/C4 എന്ന് പറയുമ്പോഴത്തേന് എത്രയാടാ വരുന്നത്? D ഡിവൈഡഡ് ബൈ 2ε0 A ഇൻറ്റു എത്രയാ വരുന്നത്? 2ε0 A ഇൻറ്റു K4 എന്നല്ലേ വരുന്നത്? ആണ്. ഇനി 1/C നമുക്ക് മാറ്റി എഴുതാലോ. എന്താ എഴുതാൻ പറ്റുന്നത്? C എന്ന് പറയുന്നത് ε0 A ഡിവൈഡഡ് ബൈ D ആണെങ്കിൽ 1/C എന്ന് പറയുന്നത് എത്ര വരും? D ഡിവൈഡഡ് ബൈ ε0 A ഇൻറ്റു D എന്ന് വരും. ഇവിടെ ഇൻറ്റു ഒരു Kയും കൂടെ വരത്തില്ലേ? വരും. അപ്പൊ K നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടുന്ന്? ഇവിടെ നമുക്ക് കിട്ടും. എന്താടാ കിട്ടുന്നത്? ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാനുള്ളവരേക്ക് ഇനി പുറത്തെടുക്കാവേ. നമുക്ക് ഡീനെ എനിക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ആരുണ്ട്? 2ε0 ഇൻറ്റു എനെ എനിക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ വരും? 3 ഡിവൈഡഡ് ബൈ K1 + K2 + K3 എന്ന് വരും.
പ്ലസ് നമുക്ക് എന്താ വരുന്നത് പ്ലസ് 1 ഡിവൈഡഡ് ബൈ K4 എന്നും അല്ലേ വരുന്നത് ആണ്. സോ നോക്കിക്കേ ഇവിടുന്ന് ഡിയും ക്യാൻസൽ ആയി പോകും. എപ്സിലോൺ 0 എയും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുന്ന് ഒരു ε0 വന്നാൽ നമുക്ക് അവിടെ ഡി വരത്തില്ലല്ലോ, അവിടെ നമുക്ക് ഡി വരൂല. ഇവിടെ പകരം ε0 അല്ലേടാ. നോക്ക് ε0 ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ അറിയാതിട്ടതാ. സോ എന്ത് ചെയ്യാം ഇവിടെ ε0 ഇവിടുത്തെ ε0 കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇത് ഇവിടുന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ 2നെ ക്രോസ് ചെയ്തെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 2/k വിൽ ബി ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 പ്ലസ് K3 പ്ലസ് നമുക്ക് എന്ത് പറയാൻ പറ്റും 1/K4 എന്ന് പറയാൻ പറ്റും. ആൻസർ എടുക്കുന്ന ഫോർമാറ്റ് ഇതാണോ നോക്കിക്കേ ആണ്. അതാ ഇവിടെ 2/k എന്ന് പറഞ്ഞ് നമുക്ക് കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം 2/k is equal to 3 divided by K1 plus K2 plus K3 plus 1/K4 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇതും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിയാൽ C1 എന്ന് പറയുന്നത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എഴുതാം. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് മാറ്റി എഴുതിയ സ്റ്റെപ്പ് എഴുതാം. അത് എഴുതി കഴിഞ്ഞാൽ C2 C3 നമുക്ക് പടപടാന്ന് എഴുതാനായിട്ട് പറ്റും. അവർ മൂന്നും പാരലായിട്ടാണ് കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ മൂന്നിനെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് C4നെ കണ്ടുപിടിച്ച് അവർ രണ്ടും കൂടെ എങ്ങനെ കിടക്കുന്നത് സീരീസിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടെ സമയം കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് തോന്നുന്നത്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് ആൻസർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നോക്കിക്കേ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 27ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ എ കപ്പാസിറ്റർ ഓഫ് 2 മൈക്രോഫാരഡ് ഈസ് ചാർജ്ഡ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം വെൻ ദ സ്വിച്ച് S is turned to the position 2 the percentage of its stored energy dissipated is. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ആദ്യമേ നമ്മളിതാ ഇങ്ങനെയായിരുന്നു കണക്ഷൻ പോയിരുന്നത്. അപ്പൊ അതിനകത്തൊരു എനർജി ഉണ്ടാവുമല്ലോ, എനർജി സ്റ്റോർഡ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ അതിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എനർജി സ്റ്റോർഡിന്റെ പെർസെന്റേജ് ചേഞ്ചാ ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണ്. സോ ഞാൻ പറയുവാണ് ആദ്യം ഈ 2 മൈക്രോഫാരഡിനകത്ത് ഉണ്ടായിരുന്ന എനർജി അതിനെ U ഇനിഷ്യൽ എന്ന് പറയാം. അത് എത്രയായിരിക്കും ഹാഫ് ഇൻറ്റു CV² ആയിരിക്കും. ഹാഫ് ഇൻറ്റു CV²ന് V എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ എനിക്ക് എന്ത് പറയാം വിന് ഞാൻ Q ഡിവൈഡ് ബൈ C എന്ന് അങ്ങ് എടുക്കും. Q ഡിവൈഡ് ബൈ C എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഹാഫ് ഇൻറ്റു C ഇൻറ്റു Q² ഡിവൈഡ് ബൈ C² എന്ന് കിട്ടത്തില്ലേ. ഒരു സ്ക്വയറും സിയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും Q² ഡിവൈഡ് ബൈ 2C എന്ന് കിട്ടും. Q² ഡിവൈഡ് ബൈ 2C എന്ന് പറയുന്നത് എത്രയാ Q² ഡിവൈഡ് ബൈ 4C എന്ന് എനിക്ക് എന്ത് കിട്ടും 4C എന്നല്ല Q² ഡിവൈഡ് ബൈ 4 എന്ന് എനിക്ക് എന്ത് കിട്ടും അവിടെ നിന്ന് ഇനിഷ്യൽ എനർജിയുടെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഇനിഷ്യൽ എനർജിയുടെ വാല്യൂ കിട്ടി എത്രയാ Q² ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ഓക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്താ ചെയ്തത് ഇനി ഞാൻ ഈ രണ്ടാമത്തെ സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ സ്വിച്ചിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ അങ്ങ് എന്തായി പോകും ഈക്വൽ ആയി പോകും. ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്ന ചാർജ് Q എന്നാണ് ഞാൻ കൺസിഡർ ചെയ്തത് ഓൾറെഡി. അതിൽ നിന്ന് എന്ത് ചെയ്തു ഒരു -Q ഇവിടെ നിന്ന് പോയി ആ -Q എന്ത് ചെയ്യും ഇവിടേക്ക് കിട്ടും. അപ്പൊ ഈ Qയും ഈ Q - Q കാരണം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതായത് V in 2 മൈക്രോഫാരഡ് ഈസ് ഈക്വൽ ടു V in 8 മൈക്രോഫാരഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും Q മൈനസ് Q² ബൈ 2C അല്ലേ നമുക്ക് വരുന്നത് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ Q ബൈ C ആണ് വരുന്നത് അല്ലേ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം Q മൈനസ് Q ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് എത്രയാ C എന്ന് പറയുന്നത് 2 അല്ലേ. 2 വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും സ്മോൾ Q ഡിവൈഡ് ബൈ 8 എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 എന്ന് കിട്ടും. അപ്പൊ 4 ഇൻറ്റു ക്യാപിറ്റൽ Q മൈനസ് 4 ഇൻറ്റു സ്മാൾ Q ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം സ്മോൾ Q എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു Qന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കണം. ഇപ്പം ഈ Qനെ ഞാൻ എടുക്കുവാണേ. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും 4Q എന്ന് പറയുന്നത് 5Qവിനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അവിടെ നിന്ന് എനിക്ക് പറയാം സ്മാൾ Qന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാടാ സ്മോൾ Qന്റെ വാല്യൂ എന്ന് പറയുന്നത് 4Q ഡിവൈഡഡ് ബൈ 5 ആണെന്ന് എനിക്ക് പറഞ്ഞൂടെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ഇപ്പം ഈ 2 മൈക്രോഫാരഡിന്റെ അകത്ത് ഇപ്പൊ ഉള്ള ചാർജ് Q in 2 മൈക്രോഫാരഡ് എന്ന് പറയുന്നത് എത്രയാ Q മൈനസ് 4Q ഡിവൈഡഡ് ബൈ 5 ആണ്. ഇവിടെ 5 കൊടുത്ത് ഇവിടെ 5 കൊടുത്താൽ എന്ത് കിട്ടും Q ഡിവൈഡ് ബൈ 5 ആണ് ഇപ്പൊ അവിടെ ഉള്ള ചാർജ് എന്ന് കിട്ടത്തില്ലേ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉള്ള പൊട്ടൻഷ്യലിന് നമുക്ക് എന്ത് പറയാം Q ബൈ C എന്ന് പറയാം. സോ Q ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ 10 എന്ന് കിട്ടും. എവിടത്തേക്ക് പൊട്ടൻഷ്യൽ Q ബൈ 10 എന്ന് പറയുന്നത് ഇവിടെയും Q ബൈ 10 ആണ് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത് Q ബൈ 10 തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അവിടുത്തെ നമ്മുടെ പൊട്ടൻഷ്യൽ കിട്ടുന്നത് അല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇനി ഇവിടെ ഫൈനൽ എനർജി നമുക്ക് കണ്ടുപിടിച്ചുകൂടാ ഫൈനൽ എനർജി കണ്ടുപിടിക്കാം. സോ U ഫൈനൽ എന്ന് പറയുന്നത് എന്താ വരുന്നത് U ഫൈനൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു C2 V2 സ്ക്വയർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നോക്കിക്കേ ഇവിടെ ഞാൻ കൊടുക്കുവാണ് ഹാഫ് ഇൻറ്റു C1 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇൻറ്റു V1 ഉം V2 ഈക്വൽ അല്ലേ ആണ്. എടാ ഇതിൻ്റെ അകത്ത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാനുള്ളത് ഇനി എടുക്കാവേ. ഈ V1 ഉം V2 ഇവിടെ കൊടുക്കണ്ട V² എന്ന് കൊടുത്താൽ പോരെ എനിക്ക് ഇവിടെ മതി. ഇവിടെയും V² കൊടുത്താൽ മതി. ഇവിടെ എന്ത് കൊടുത്താൽ മതി V² എന്ന് കൊടുത്താൽ മതി. സോ ഇവിടെ V² വരും ഇവിടെ നമുക്ക് എന്ത് വരും V² വരും. എന്നിട്ട് കോമൺ ആയിട്ട് എടുക്കാൻ കൊണ്ട് ആരുണ്ട് ഹാഫ് ഇൻറ്റു V² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് C1 പ്ലസ് C2 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു വിയുടെ വാല്യൂ എത്രയാ Q ഡിവൈഡ് ബൈ 10 സ്ക്വയർ. അപ്പൊ എത്ര വരുന്നത് Q² ഡിവൈഡ് ബൈ
10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ് ഇൻറ്റു C1 പ്ലസ് C2 എന്ന് പറയുമ്പോൾ 8 2 എത്രയാണ് വരുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടും? Q² ഡിവൈഡ് ബൈ 20 എന്നല്ലേ നമുക്ക് ഫൈനൽ ആയിട്ടുള്ളത് കിട്ടുന്നത് ആണ്. ഇനിഷ്യൽ ആയിട്ടുള്ള എനർജി നമുക്ക് കിട്ടി Q² ബൈ 4 ആണ്. ഫൈനലി കിട്ടി Q² ബൈ 20 ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല. പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? പെർസെന്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? യു ഇനിഷ്യൽ മൈനസ് യു ഫൈനൽ ഡിവൈഡഡ് ബൈ യു ഇനിഷ്യൽ ഇൻറ്റു 100 എന്നല്ലേടാ വരുന്നത് ആണ്. യു ഇനിഷ്യൽ എന്ന് പറയുന്നത് എത്രയാ? Q² ഡിവൈഡഡ് ബൈ 4 ആണ് മൈനസ് Q² ഡിവൈഡ് ബൈ 20 ഹോൾ ഡിവൈഡ് ബൈ Q² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100 എന്നല്ലേ വരുന്നത് ആണ്. ഇവിടെ എന്ത് ചെയ്യും? Q² എല്ലാം നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എത്രയാണ് വരുന്നത്? 1/4 മൈനസ് 1/20. നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 5 കൊണ്ട് ഇവിടെ ഒരു 5 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 5 മൈനസ് 1 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 4 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. 4 ഡിവൈഡ് ബൈ 20 ഡിവൈഡഡ് ബൈ എന്താ കിട്ടുന്നത്? ഡിവൈഡ് ബൈ 1/4 ഇൻറ്റു 100 എന്നല്ലേ കിട്ടുന്നത് ആണ്. ഈ 4 കറങ്ങി മേരി ചെല്ലുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 16 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 എന്ന് കിട്ടത്തില്ലേ? കിട്ടും. ഇത് രണ്ടും പോവും. ഈ 8ഉം ഈ 2ഉം ഈ 16ഉം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് എന്ന് കിട്ടും? 80% എന്ന് കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ഇടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്? 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ. എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C is connected to a cell of EMF V and then disconnected from it. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണെന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്? EMF V ഉള്ള ഒരു ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു എന്ന് പറയുന്നു. A dielectric slab of dielectric constant K which can just fill the air gap of the capacitor is now inserted. Which of the following is incorrect? എന്നിട്ട് എന്ത് ചെയ്തു? K ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ തന്നേക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, തന്നേക്കുന്നതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? ഈ C ഒന്ന് വായിച്ചു നോക്കിയേ. ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഈസ് നോട്ട് കൺസേർവ്ഡ് എന്ന് പറയും. നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? സമ്മതിച്ചു കൊടുക്കത്തില്ല. കാര്യം അവിടെ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ തന്നേക്കുന്നതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ഏതാ? ഓപ്ഷൻ C ആണ് നമുക്ക് അവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് പൊട്ടൻഷ്യൽ ഇൻ എ റീജിയൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് V is equal to എന്താ തന്നേക്കുന്നത്? 6xy മൈനസ് y പ്ലസ് 2yz എന്നാണ് തന്നേക്കുന്നത്. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ന്യൂട്ടൺ പെർ കൂളം അറ്റ് ദ പോയിന്റ് 110. അപ്പൊ 110 എന്ന് പറയുന്ന പോയിന്റിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, ഞാൻ പറയുവാണ് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് dV ബൈ dr ആണ്. അങ്ങനെ തന്നെ പറഞ്ഞേ. ഇവിടെ എക്സിന്റെ അവിടെ എത്രയാണ് വരുന്നത്? എക്സിന്റെ അവിടെ വരുന്നത് മൈനസ് ഓഫ് dV ബൈ dr ആണ്. നോക്കടാ, ഇവിടെ എക്സിന്റെ ടേം ഉണ്ട്. നോക്കിയാൽ അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എന്തായിരിക്കും? 6y ആണ് വരുന്നത്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഇവിടെ 0 വരും. ഇവിടെ ആരാ വരും? 2yയും z ഒക്കെയാണ് വന്നേക്കുന്നത്. അതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അവിടെ നമുക്ക് 0 വരും. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എത്ര വരും? മൈനസ് 6y എന്നല്ലേ നമുക്ക് ഈ എക്സിനെ കിട്ടുന്നത് ആണ്. മൈനസ് 6y എന്നാണ് കിട്ടുന്നത്. വൈയുടെ വാല്യൂ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് മൈനസ് 6 i ക്യാപ്പ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? വൈയുടെ വാല്യൂ ഇവിടെ 1 എന്നാത്തല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ മൈനസ് 6 i ക്യാപ്പ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സിന്റെ വാല്യൂ പറയാൻ പറ്റും. അടുത്ത ഈ വൈനെ പറഞ്ഞേ. ഈ വൈ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് എന്ത് വരും? ഇവിടെ ഒരു y ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6x എന്ന് കിട്ടും. മൈനസ് നോക്കിയേ, മൈനസ് നമുക്ക് 1 കിട്ടും. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? പ്ലസ് നമുക്കൊരു 2z കൂടെ കിട്ടും. വാല്യൂ എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ മൈനസ് ഓഫ് 6 × x എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. മൈനസ് 1 പ്ലസ് ഇസഡിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6 മൈനസ് 1 എന്ന് പറയുന്നത് 5 ആണ്. മൈനസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മൈനസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞൂടെടാ. മൈനസ് 5 ഐ ക്യാപ്പ് എന്നല്ല, മൈനസ് 5 ജെ ക്യാപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പറ്റത്തില്ലേ? പറ്റും. അടുത്ത ഈ ഇസഡിനെ പറഞ്ഞേ. ഈ ഇസഡിനെ പറയുന്ന സമയത്ത് നമുക്ക് ഇത് 0 ആയി പോവും. അടുത്ത ഇയാൾ എന്താണ്? ഇയാൾ 0 ആയി പോവും. പിന്നെ ആരേ ഉള്ളൂ? പ്ലസ് നമുക്കൊരു 2y മാത്രമേ ഉള്ളൂ. 2y മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? മൈനസ് ഓഫ് എന്താ വരുന്നത്? മൈനസ് ഓഫ് 2 എന്നല്ലേ വരുന്നത്. വൈയുടെ വാല്യൂ 1 അല്ലേ കൊടുക്കേണ്ടത് ആണ്. അപ്പൊ മൈനസ് 2 കെ ക്യാപ്പ് എന്നാ കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന നെറ്റ് ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസിനെയും കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? 6 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. മൈനസ് ഓഫ് 6 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് ഓപ്ഷൻ സിയിൽ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ഈ പാർട്ടിന്റെ അകത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? A parallel plate air capacitor has a capacity C. Distance of separation between the plate is D and potential difference is V.
is applied between the plates, force of attraction between the plate of the parallel plate air capacitor is. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, ഡയലക്ട്രിക് മീഡിയം ഒന്നും വെക്കാത്ത ആളാണ്. അതിനകത്ത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്? അതിന്റെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി ആണെന്ന് പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണെന്ന് പറയുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എന്ന് പറയുന്നത് വി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞേക്കുന്നത് അല്ലേ? ആണ്. സോ നോക്കിക്കേ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം Q ഇൻറ്റു ഇ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് ഫോഴ്സ് എന്ന് പറയാനായിട്ട് വരുന്നത്. ഇനി ഇയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ഇയുടെ വാല്യൂ നമുക്കറിയാം എന്താ? Q ഡിവൈഡ് ബൈ 2a എപ്സിലോൺ 0 എന്ന് ഈയുടെ ഇക്വേഷൻ പഠിച്ച ഓർമ്മയില്ലേ? ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഇവിടേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു പറഞ്ഞ് എന്താ പറയാൻ പറ്റുന്നത്? ഓൾറെഡി ഒരു Q ഉണ്ട്. അപ്പൊ Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ 2a എപ്സിലോൺ 0 എന്നല്ലേ പറയാൻ പറ്റുന്നത്? ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? Q സ്ക്വയർ ഡിവൈഡ് ബൈ 2a എപ്സിലോൺ 0 എന്ന് വരും. പക്ഷെ ഇവിടെ നമുക്ക് സിയുടെയും വിയുടെയും ഒക്കെ ടേംസിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിനെ മാറ്റണം. ക്യൂവിനെ മാറ്റുമ്പോഴത്തേന് Q ഇസ് ഈക്വൽ ടു CV എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ആണ്. അപ്പൊ ക്യൂവിനെ മാറ്റുമ്പോഴത്തേന് നമുക്ക് എന്ത് വരും ഇവിടെ? C സ്ക്വയർ ഇൻറ്റു V സ്ക്വയർ ഡിവൈഡ് ബൈ 2a എപ്സിലോൺ 0 എന്ന് വരും. പോരാ, ഇനി നമ്മൾ എന്ത് കൊണ്ടുവരണം? ഡീനെയും കൂടി നമുക്ക് അവിടെ കൊണ്ടുവരണം. നോക്കിയേ, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ 0 a ഡിവൈഡഡ് ബൈ ഡി ആണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ആരെ മാറ്റാൻ പറ്റും? കപ്പാസിറ്റൻസിനെ മാറ്റിക്കൂടെ? കപ്പാസിറ്ററിനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കപ്പാസിറ്ററിനെ അല്ല നമുക്ക് അവിടെ മാറ്റേണ്ടത്. നോക്കിയേ, ഇവിടെ സിയും വിയും ഡിയും മാത്രമേ ഉള്ളത്. ഇവിടെ സിയും വിയും ആരും ഉണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വന്നേക്കുന്നതിനകത്ത് ഇവിടെ നമുക്കൊരു എയും കൂടെ അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ നമുക്ക് എനെയാണ് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. എ മാത്രമല്ല എ എപ്സിലോൺ 0നെ എന്ത് ചെയ്യണം? മാറ്റണം. സോ എ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? എ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാ? സി ഡി എന്ന് കിട്ടും. അത് ഇവിടേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു സി ഡി എന്ന് വരും. ഒരു സിയും എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? സി വി സ്ക്വയർ ഡിവൈഡ് ബൈ 2d എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻസർ ഉണ്ടോ എന്ന് ചോദിക്കാം. സി വി സ്ക്വയർ ഡിവൈഡ് ബൈ 2d ഓപ്ഷൻ സിയിൽ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഈ ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ജസ്റ്റ് കാണാതെ പഠിച്ച് ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കാണാതെ പഠിച്ച് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത്രയും ചെയ്തു നോക്കണ്ട. അല്ലെങ്കിൽ ഇത് ഇത്രയും ചെയ്തു നോക്കാൻ വലിയ പാട് വരത്തില്ല. F ഈസ് ഈക്വൽ ടു Q നമ്മൾ എക്സാം ഹാളിൽ എഴുതാൻ നോക്കത്തില്ല. F ഈസ് ഈക്വൽ ടു Q നമ്മൾ മനസ്സിലാക്കും. അത് Q ഇൻറ്റു ഈയുടെ ഡയമെൻഷൻ അല്ല ഈയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കും. അപ്പൊ എന്ത് ചെയ്യും? Q ഇൻറ്റു Q ഡിവൈഡ് ബൈ 2a എപ്സിലോൺ 0 Q സ്ക്വയർ ഡിവൈഡ് ബൈ 2a എപ്സിലോൺ 0 എന്ന് വരും. അപ്പം എന്താ Qന്റെ CV എന്ന് കൊടുത്തിട്ട് ബാക്കി ചെയ്ത് പോകാനേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഞാൻ ഈ ചെയ്യുമ്പോഴത്തേക്കിന് സമയം എടുക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ എടുക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? 30 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന എൻ്റെ ടോപ്പിക്കിന്റെ അകത്ത് നിന്ന് ഏകദേശം 4 പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ പാർട്ടൊക്കെ അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വന്ന പാർട്ടുകളെല്ലാം കുറച്ച് ലെങ്ത് കുറച്ച് 30 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തു പോകുന്നത്. അപ്പൊ കാണാനും പ്രശ്നം ഉണ്ടാകത്തില്ല, നമുക്ക് ചെയ്തു നോക്കുമ്പോഴത്തേനും മടുപ്പവും വരത്തില്ല. അങ്ങനെ ചെയ്തു പോകാം. അപ്പൊ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് തന്നെത്താനെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം. കിട്ടാത്ത പോർഷൻ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം? ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് അങ്ങനെ പോകാനായിട്ട് നോക്കണം. അതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. മൊത്തത്തിൽ ഇരുന്ന് വീഡിയോ കാണാതെ കുറച്ച് നമുക്ക് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നതൊക്കെ ചെയ്തു പോയിട്ട് ബാക്കി കാണുന്നതാണ് നല്ലത്. അപ്പം എന്താ ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കാണും വരെ ടാറ്റ.